ഹലോ, ഇത് പാർട്ട് 2 ആണ്. തൃശ്ശൂർ അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ ഒന്ന് വിശ്രമിക്കായിരുന്നു കേട്ടോ. പല ആൾക്കാരും ചോദിച്ചു ഇത് എന്ത് അടങ്ങിയിരിക്കുന്നത്, വേറെ ഒന്നും അല്ല കേട്ടോ. യാത്രാ ക്ഷീണം കാണാൻ ഞാൻ ഉറങ്ങിപ്പോയത്. എനിക്ക് എവിടെ ഇരുന്നാലും ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ പറ്റും കേട്ടോ. എനിക്ക് ബെഡൊന്നും വേണമെന്നില്ല. ക്ഷീണം കാണാൻ ഉറങ്ങാന്ന് വിചാരിക്കുമ്പോൾ ഇതേപോലെ വരും ഓരോ കൈകൾ. അങ്ങനെ ഉറക്കം കഴിഞ്ഞ് ഞാനും ചേച്ചി നേരെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോയി കേട്ടോ. താഴെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ എന്നാൽ എന്തെങ്കിലും തണുത്തത് കഴിച്ചാലോ. അങ്ങനെ നേരെ ഞങ്ങൾ പോയി. പിന്നെ ഇതാട്ടോ കുഞ്ഞു പിള്ളേരെ പല്ലെടുക്കുന്ന സ്ഥലം. കുഞ്ഞുങ്ങൾ അതുകൊണ്ട് ഈ ഭാഗത്ത് വന്നാൽ ഭയങ്കര അലയും വിളിയൊക്കെ എന്നാ ചേച്ചി പറഞ്ഞത്. അങ്ങനെ ഇറങ്ങിയപ്പോഴാട്ടോ ഞങ്ങൾ ഈ സാധനം കണ്ടത്. ഇംഗ്ലണ്ടിന്റെ ഫ്ലെക്സും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പിന്നൊന്ന് മേപ്പോട്ട് നോക്കിയപ്പോൾ നല്ല പഴുത്ത മാങ്ങ നിൽക്കും. പിന്നെ ഒന്ന് താപ്പോട്ട് നോക്കിയപ്പോൾ ഒരു ബാഡ്മിന്റൺ കോർട്ട് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു കഫേലാട്ടോ പോയെ. എനിക്ക് അവൽ മിൽക്ക് ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് ഞാൻ അത് ഓർഡർ ചെയ്തത്. അങ്ങനെ അത് കുടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ കണ്ടക്ടറിന്റെ അടുത്താണ് പോയത്. അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുള്ള ഫോൺ എന്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. രാത്രിയൊക്കെ ആയപ്പോഴേക്കും എങ്ങനെയും പണ്ടാരടങ്ങ് വീട്ടിൽ ചെന്നാൽ മതി എന്നുള്ള ചിന്ത വരെയായി. റോഡ് പണിയായിരുന്നു, ട്രാഫിക് കൂടെ വന്നു, പിന്നെ ഇരട്ടി ചിന്തയായി. ദേഷ്യം വന്നാലും വിഷമം വന്നാലും എനിക്ക് കഴിക്കണം. ഈ ചിന്ത നേരത്തെ വരുമെന്ന് അറിയുന്നുണ്ട്. ആ കഫയിൽ നിന്ന് ഞാൻ ഒരു ബർഗർ മേടിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അതും കഴിച്ച് എന്റെ ചിന്ത ഞാൻ കുറച്ചു. കണ്ടക്ടറാണ് എന്നെ ചെറുതായിട്ടൊന്ന് വഴക്കുറയും ചെയ്തു. ഫോൺ ശ്രദ്ധിക്കേണ്ടേ, വേറെ ആരുടെയും കിട്ടിയാണെങ്കിൽ എപ്പോഴേ സിം ഓടിച്ച് അവർ കൊണ്ടുപോയനെ. അതും പറഞ്ഞ് കണ്ടക്ടർ നേരെ പോയി ഫ്രണ്ട് ഇരുന്നു. ആ നല്ല മനസ്സുള്ള മനുഷ്യനാട്ടോ ആയിരിക്കുന്നത്. അങ്ങനെ ഡയറക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കോന്നി വന്ന് ഇറങ്ങി കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, നേരെ തട്ടുകട വിട്ടു. അങ്ങനെ തട്ടുകടയിലെ തട്ടുപൊറോട്ടയും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ പോയി കേട്ടോ. നല്ല മഴയായിരുന്നു. അങ്ങനെ എന്റെ തൃശ്ശൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.